ഹലോ, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നത് പോലെ അല്ലാതെ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് വറുത്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തതൊരു 1/2 കിലോ ചിക്കനാണ്. പൊടി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത്ര സവാള വേണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ചിക്കൻ കറിയൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമുക്കിത് വേഗത്തിലൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1/2 kg ചിക്കനാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരച്ച് വെച്ച മുളക് പൊടി അതുപോലെ ജീരകമൊക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിൽ നമുക്ക് സാധാ ചിക്കനിലൊക്കെ ചെയ്യുന്നത് പോലെ മസാല ഒക്കെ പുരട്ടി വെച്ച് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഉള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ അരച്ചു വെച്ച ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്